ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF അധികാരമേൽക്കുകയാണ്. മിലി മോഹനാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു ഇത്രയും കാലത്തെ പോരാട്ടം കൂടെയാണ്? 2010 ഏകദേശം ഒരു സീറ്റിനാണ് നഷ്ടപ്പെടുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെയൊരു UDFിനെ തിരിച്ചു വരവ്. എന്തൊക്കെയാണ് മുന്നോട്ടുള്ള പ്രതീക്ഷകൾ? ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. കോഴിക്കോട് ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കും. നമുക്കറിയാം, കോഴിക്കോട് ജില്ല എന്ന് പറയുന്ന മലയോര മേഖലയും ഇടനാടും അതുപോലെ തീരപ്രദേശവും ചേർന്നതാണ്. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. അവരെ മുൻപോട്ട് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ അവരുടെ വികസനത്തിന് പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് വിചാരിക്കുന്നു. KK നവാസാണുള്ളത്. അദ്ദേഹമാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. എന്താണ് UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത്? വികസന കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ അതേ നയമാണ് ഞങ്ങൾ UDF ഒന്നിച്ചെടുത്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണ്ട് എല്ലാ പ്രദേശത്തും വികസന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും അങ്ങനെ നടന്നതായിട്ടുള്ള രീതിയിലല്ല ഭരണം നടന്നത്. അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ പുതിയ ഒരു ഭരണ സംസ്കാരം ഞങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സഹകരിച്ച് ആ ലെവലിലാണ് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും UDF കാഴ്ചവെക്കുക എന്നാണ് പറയുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.